നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുവാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഈ സംസ്ഥാനത്തിനെതിരാണോ? നിങ്ങൾ കേരള വിരുദ്ധരാണോ? ഇതിലൊരൊറ്റ ചോദ്യം പോലും ഇന്ന് ഉയർന്നതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിച്ച സമയത്ത് പ്രതിപക്ഷത്തെ നേരിടുവാൻ സർക്കാരും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ട് സംഘവും നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ആക്രോശങ്ങൾ. പക്ഷേ ഇതിലൊന്നുപോലും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിൻ്റെ സമയത്തെന്നല്ല, ഏത് സമയത്തും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കാമ്പുള്ള കഴമ്പുള്ള രാഷ്ട്രീയം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? നമ്മുടെ നാട് അടിയന്തരമായി അതിജീവിക്കേണ്ടുന്ന കെടുതി മഴക്കെടുതിയാണോ മാർക്സിസ്റ്റ് കെടുതിയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. മഴയെ നമ്മൾ എന്തായാലും അതിജീവിക്കും. പക്ഷേ ഈ മാർക്സിസ്റ്റ് വിലാപത്തെ നമുക്ക് എന്നാണ് അതിജീവിക്കാൻ കഴിയുമെന്നറിയില്ല. VD സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു അത്രേ. VD സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണോ? അല്ല. ശ്രീ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2020 മുതൽ 2026 വരെ 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ വർഷം ആ ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും നമ്മൾ 8 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ കൊടുത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കണം. 40-50 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുമ്പോഴാണ് 6 വർഷത്തേക്കിന് 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിട്ട് വിജയൻ ഈ ദൂർത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ കരാറിന്റെ പ്രത്യേകത, പറന്നാലും പറന്നില്ലെങ്കിലും ഒരു മാസം ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. പിന്നീട് അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ പൈസ പോകുന്ന പ്രത്യേക വ്യവസ്ഥിതി നമ്മുടെ വിജയൻ സർ ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. പിന്നെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റത്? ഇനി അങ്ങനെ തെറ്റുണ്ട് എങ്കിൽ ശ്രീ വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോകുവാൻ വേണ്ടി മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദത്തിലായത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടായതുകൊണ്ട് അതിന്റെ വാടക തുക മുഴുവൻ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമെന്നാണ്. ആ സർക്കാരിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഹെലികോപ്റ്റർ വാടക അടച്ചതിന്റെ ആ രസീത് ചീട്ട് ഒന്ന് കാണിക്കാൻ കഴിയുമോ സഖാക്കളെ? അപ്പോൾ പറന്നാലും പറന്നില്ലെങ്കിലും 48 കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത ശ്രീ വിജയനാണോ കുറ്റക്കാരൻ? പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ടുന്ന ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്ത ശ്രീ VD സതീശനാണോ കുറ്റക്കാരൻ? നിങ്ങൾ വിലയിരുത്തുക. ജയന് ശേഷം കേരളത്തിൽ ഹെലികോപ്റ്ററിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് വിജയനാണ് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹെലികോപ്റ്റർ ക്യാപ്സ്യൂൾ ആകെ തകർന്ന് തരിപ്പണമായി. ആ ജാളിത മറയ്ക്കുവാൻ സ്ഥിരമായി എയറിൽ ജീവിക്കുന്ന ചില CPM നേതാക്കന്മാർ കൊണ്ടുവന്ന പുതിയ കുത്തിത്തിരിപ്പായിരുന്നു നാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന്. എന്താണ് സത്യം? ഇന്നലെ ശ്രീ VD സതീശന്റെ പരിപാടികൾ മലപ്പുറം ജില്ലയിലായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ ഔചിത്യവുമാണ്. അത് വന്നു കയറുന്ന ആൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തെ ഇവർക്ക് വിരുന്നായിട്ടാണ് തോന്നിയത്. CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ നമ്മളും ഏറ്റെടുക്കുമായിരുന്നു. അതിനെ ഈ നാട് കഴമ്പുള്ളതായി കാണുമായിരുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിൽ. എന്നാൽ ഇതല്ല. പറച്ചിൽ കേട്ടാൽ തോന്നും നിപ്പയുണ്ടായ സമയം, കോവിഡ് ഉണ്ടായ ഏതാണ്ട് 2-3 വർഷക്കാലമൊക്കെ ശ്രീ വിജയൻ കേരളത്തിൽ ഉണ്ണാവൃതം ഇരുന്നിട്ടാണ് നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തുപോകും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിക്കുന്ന ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് ഉണ്ടോ എന്ന് ചെയ്യുന്ന വലിയ ദുരന്തങ്ങളായി മാറാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ട് എങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, സർക്കാർ ആവശ്യമായ തിരുത്തലുകളും വരുത്തും. ഇനി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. മഴ പെയ്ത് ദുരന്തമുണ്ടായാൽ മാത്രം ദുരിതാശ്വാസത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വിജയന്റെ ദുരന്ത സർക്കാരിൽ നിന്ന് മാനത്ത് മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UDF സർക്കാരിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള മന്ത്രിയായും ശ്രീ AP അനിൽകുമാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അവർ ഒരുമിച്ച് നടത്തിയ മീറ്റിംഗ് കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ കാലവർഷക്കെടുതികളെയും അതിജീവിക്കുവാൻ ആവശ്യമായി കേരളത്തെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ കിട്ടാതിരുന്നിട്ട് കൂടി 31-ാം തീയതി പെയ്ത മഴയ്ക്ക് 29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാരിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ കഴിഞ്ഞത്. 29-ാം തീയതി തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട്
അടിയന്തരമായ സാഹചര്യങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറും മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ജൂലൈ 20 മുൻപ് തന്നെ ഓറഞ്ച് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രോട്ടോക്കോളുകളും കൃത്യമായി പാലിക്കപ്പെട്ടു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ മീറ്റിംഗിന്റെ ഭാഗമായി ഉറപ്പുവരുത്തിയിരുന്നു. 31-ാം തീയതി മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുമായി അടിയന്തര മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിന്റെ പ്രത്യേകത, മീറ്റിംഗ് 11 മണിക്ക് നടക്കുന്ന സമയത്ത് തന്നെ അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ, പത്തനംതിട്ടയിൽ ശ്രീ പി സി വിഷ്ണുനാഥും ഇടുക്കിയിൽ അനൂപ് ജേക്കബും അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അവർ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഈ സംസ്ഥാന സർക്കാർ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പ് തുറക്കുവാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അവിടെ എക്യുപ്മെന്റ്സ് വാങ്ങുവാൻ വേണ്ടിയിട്ടും പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ് പ്രോസസ്സും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വാർഡ് 1-ന് 25,000 മുതൽ 50,000 രൂപ വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ക്ലീനിങ് പ്രോസസ്സിന് ആവശ്യമാണ് എങ്കിൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി 2ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ് പ്രോസസ്സിലേക്കാണ്. അത്ര പ്രൊആക്റ്റീവായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിരിക്കുന്നത്. 9 NDRFന്റെ ടീം കേരളത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മഴയ്ക്ക് മുൻപ് എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രീ ഒക്കുപ്പൈഡ് ആണ് സംസ്ഥാന സർക്കാർ എന്ന് തെളിയിക്കുവാൻ അതിനപ്പുറം എന്തെങ്കിലും ഉദാഹരണം വേണോ? കരസേന, നാവികസേന അടക്കമുള്ള ആളുകളുടെ സേവനം ഈ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, മഴ പെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ സ്വന്തം സ്വകാര്യ നാവികസേനയായ മത്സ്യത്തൊഴിലാളികളെ വിന്യസിക്കുവാനും സംസ്ഥാന സർക്കാരിന് വളരെ വിജയകരമായി തന്നെ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വലിയ മഴക്കെടുതി ഉണ്ടായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ള ദുരന്തമുണ്ടാകാതെ നമുക്ക് ഈ നാടിനെ ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞത്. ഈ മനുഷ്യരുടെ എല്ലാം അധ്വാനവും ആ അധ്വാനത്തെ എല്ലാം ഏകോപിപ്പിക്കുവാൻ ഇവിടെ കരുത്തുറ്റ ഒരു സർക്കാരുണ്ട് എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവുമാണ്. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഈ സർക്കാരിലേക്ക് എത്തുമ്പോൾ എൻ്റെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന PR തള്ള് ഈ സർക്കാരിൻ്റെ കാലത്തിൽ. അതുകൊണ്ട് ജോലി കൃത്യമായി നടക്കുന്നുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഒരു നാടൊന്നിച്ച് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വില കുറഞ്ഞ പരിഹാസങ്ങളും ട്രോളുകളുമായി സോഷ്യൽ മീഡിയയിൽ 10 ലൈക്ക് നേടാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ജാള്യത മറയ്ക്കാമെന്ന് കരുതുന്ന പ്രതിപക്ഷം മഴക്കെടുതിയേക്കാൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് മറ്റു ദുരന്തങ്ങളെ, നിപ്പയും പ്രളയവുമൊക്കെ ശീലിച്ച മലയാളിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുരന്തത്തെയും നേരിടുവാൻ നമുക്ക് കരുത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി തുടങ്ങിയാൽ 1 സെക്കൻഡ് പോലും പാഴാക്കാതെ സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നമ്മൾ അടിയന്തരമായി മാറേണ്ടതായിട്ടുണ്ട്. 100ഓളം ക്യാമ്പുകളാണ് ഇതിനോടകം സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ക്യാമ്പുകൾ ഓപ്പൺ ചെയ്യുവാൻ പഞ്ചായത്തുകൾക്ക് പണം വകയിരുത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വസ്ത്ര സാധനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളുമെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്തിച്ചിട്ടുണ്ട്. അടിയന്തര ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ എല്ലാ ക്യാമ്പുകൾ കോർഡിനേറ്റ് ചെയ്തും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സേവനങ്ങളെല്ലാം നമ്മൾ ലഭ്യമാക്കി. ആവശ്യത്തിലധികം ഡിങ്കി ബോട്ടുകളും സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരും നമ്മളെല്ലാവരും കൂടെ കോർഡിനേറ്റിംഗ് ആയി ഒറ്റ ടീമായിട്ട് നിന്നിട്ട് വേണം നമുക്ക് ഈ ദുരന്തത്തെ നേരിടുവാനായിട്ട്. ഈ സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ മുഴുവൻ മനുഷ്യന്മാരും ചെവിക്കൊള്ളണം. നമുക്ക് അമിതാത്മവിശ്വാസം വേണ്ടുന്ന സമയമല്ല. സർക്കാർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും വെള്ളം മുട്ടോളമല്ലേ എത്തിയുള്ളൂ, ഞാനിതൊക്കെ എത്ര കണ്ടതാണ് എന്ന അമിതാത്മവിശ്വാസമില്ലാതെ സംസ്ഥാന സർക്കാർ ക്യാമ്പുകളിലേക്ക് മാറുവാൻ പറയുമ്പോൾ മാറുവാനുള്ള ഒരു വിവേകമാണ് ഈ സമയത്ത് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങി ഈ ദുരന്തത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും.